ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ വീട് ഞങ്ങളെ മൂത്താപ്പാൻ്റെ വീടാണ്. അപ്പോൾ മൂത്താപ്പാൻ്റെ വീട് പഴയൊരു വീടായിരുന്നു. 23 വർഷം പഴക്കമുള്ള ഒരു നില വീടായിരുന്നു. അപ്പോൾ ആ വീട് ഇപ്പോൾ അവർ റിനോവേറ്റ് ചെയ്തിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വീടാണ്. ഇതിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ട് നമ്മളിത് കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇനിയും പെയിൻറ്റും അത്യാവശ്യം പുറത്ത് ഗാർഡനിങ്ങും മുറ്റത്തിൻ്റെ വർക്കൊക്കെ ചെയ്യാനുണ്ട്. പക്ഷെ എന്നാലും നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു എന്നുള്ളൂ. അപ്പോൾ ഒരു സിറ്റ് ഔട്ടാണിത്. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിന് എൻട്രൻസ് ആണ് ഈ കാണുന്നത്. 2100 സ്ക്വയർ ഫീറ്റാണ് ഈ വീടുള്ളത്. അപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഒരു വുഡൻ്റെ ഒരു സീറ്റർ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ മെയിൻ ഹാളിൽ അവർ ടി വി വെച്ചിട്ടുണ്ട്. അതേപോലെ സോഫ ഒക്കെ അവിടെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതേപോലെ നല്ലൊരു ടീപ്പോയും കൂടി അവിടെ വെച്ചിട്ടുണ്ട്. മുകളിൽ നിന്നുള്ള ഒരു സ്പേസാണ് കാണുന്നത്. അപ്പോൾ അവിടെ നല്ല അടിപൊളി ഒരു ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ നല്ല വെളിച്ചം കിട്ടാനായിട്ട് മുകളിലൊക്കെ നല്ല ഗ്ലാസ് വെച്ചിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ മുകളിൽ നമുക്ക് വിൻഡോൻ്റെ ആവശ്യം വരുന്നില്ല. അതുകൂടെ തന്നെ നല്ല കാറ്റും വെളിച്ചമൊക്കെ വരും. അപ്പോൾ ഇതാണ് വീടിൻ്റെ മെയിൻ ഹാളായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ പോണത് ഇതിൻ്റെ ഡൈനിങ് ഏരിയയിലേക്കാണ്. അപ്പോൾ ഡൈനിങ് ടേബിൾ വളരെ മനോഹരമായിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് വുഡൻ വർക്കാണ്, ഫർണിഷിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ടേബിളിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ട് തന്നെയാണ് വാഷ് ബേസിനുള്ളത്. ഡൈനിങ് ടേബിളിൻ്റെ മുകളിലായിട്ട് നല്ല അടിപൊളി ലൈറ്റ് വർക്ക്സും ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്, നല്ലൊരു ക്ലാസിക് ലുക്ക് ഉണ്ട് കാണാനായിട്ട്. ഈ ഡൈനിങ് ടേബിളിൻ്റെ സൈഡിലായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. 2 മാസ്റ്റർ ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. ഒരു മാസ്റ്റർ ബെഡ്റൂം താഴെയും ഒരു മാസ്റ്റർ ബെഡ്റൂം മുകളിലുമാണുള്ളത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് മാസ്റ്റർ ബെഡ്റൂം. വളരെ അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. എല്ലാ റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. അതേപോലെ നല്ല സെയിം വാൾ കളറിലുള്ള വാർഡ്രോബിനെ അതിനായിട്ട് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് മാസ്റ്റർ ബെഡ്റൂം. ബാത്റൂം ആണെങ്കിലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഇനി നമ്മൾ പോകുന്നത് അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമുണ്ട്. അപ്പോൾ ഈ 2 ബെഡ്റൂമാണ് താഴെ ഉള്ളത്. രണ്ടാമത്തെ ബെഡ്റൂം അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട്. ഇതിൻ്റെ ബാത്ത് അറ്റാച്ച്ഡ് ആണ്. അതേപോലെ നല്ലൊരു വാർഡ്രോബും ഉണ്ട്. നല്ല നീറ്റായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ആദ്യം എന്ന് പറയുന്നത് ഈ വീട്ടിൽ 4 ബെഡ്റൂമാണ് ഉണ്ടായിരുന്നത്. 4 ബെഡ്റൂമും താഴെയായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു റൂമുകളായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് സ്പേഷ്യസ് ആയി താഴെ 4 ബെഡ്റൂം ഉള്ളത് 2 ആക്കി. മുകളിലും 2 ബെഡ്റൂമാണ് ഉള്ളത് കേട്ടോ. ഇത് സ്റ്റെയർ കേസ്. പിന്നെ നേരെ കാണുന്നതാണ് കിച്ചൺ. അപ്പോൾ ഈ റൂമിൻ്റെ സൈഡിലായിട്ട് ഡൈനിങ് ഹാളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ചെറിയ സ്പേസ് ഉണ്ട്. അവിടെ നമ്മൾ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തുന്നൽ മെഷീൻ അതൊക്കെ അവിടെ നിന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ പ്രധാന ഭാഗമായ അടുക്കളയിലേക്ക് പോകാം. അടുക്കള പോലെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് സാധനങ്ങളൊന്നും പുറത്ത് വയ്ക്കാത്ത രീതിയിൽ ഒക്കെ അകത്തേക്ക് വയ്ക്കാവുന്ന രീതിയിൽ ഒന്നും വൃത്തികേടാവാത്ത രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അത്രയും ഒതുക്കമുള്ള ഷെൽഫുകളാണുള്ളത്. ഒരുപാട് ഷെൽഫ്സ് ഇതിലുണ്ടായിരുന്നു. ഇത് ഫ്രിഡ്ജാണ്. പിന്നെ താഴെ ഒരുപാട് ഷെൽഫ്സ്. നമുക്ക് പാത്രങ്ങളൊന്നും പുറത്ത് ഒരു സ്റ്റാൻഡ് വെച്ചിട്ടോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഉള്ളിൽ തന്നെ ഷെൽഫിൻ്റെ ഉള്ളിൽ തന്നെ അതൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതേപോലെ ഗ്യാസ് സ്റ്റൗ ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും ഓരോ ഷെൽഫിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അത്രയും സ്പേഷ്യസ് ആണ്.
ഒരു സൈഡിലായിട്ടാണ് വാഷിംഗ് മെഷീൻ വെച്ചിട്ടുള്ളത്. വാഷിംഗ് മെഷീന് പിന്നെ ഫ്രിഡ്ജും ആ കിച്ചണിൽ തന്നെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ കിച്ചൻ്റെ ഓപ്പോസിറ്റായിട്ട് ചെറിയൊരു വർക്കിംഗ് ഏരിയ പോലൊരു സ്ഥലമുണ്ട്. നമുക്ക് ഒരുപാട് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഇരിക്കാൻ പറ്റും. അതിനായിട്ടൊരു ചെറിയ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഒരു കുഞ്ഞ് ടേബിളും അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെയും ഒരുപാട് ഷെൽഫുകളുണ്ട്. ഇതൊക്കെയാണ് താഴത്തെ വിശേഷങ്ങൾ. ഇനി നമുക്ക് സ്റ്റെയർ കയറിയിട്ട് മേലേക്ക് പോവാം. ഇപ്പോൾ സ്റ്റെയറും അത്യാവശ്യം നല്ല മോഡേൺ വർക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മുകളിലോട്ട് കയറിയുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. നമ്മൾ നേരത്തെ ലിവിങ് ഏരിയയിൽ നിന്ന് കണ്ടിരുന്നല്ലോ, ഞാൻ പറഞ്ഞു നല്ല ഗ്ലാസ് വെച്ചിട്ട് നന്നായിട്ട് വെളിച്ചം കയറുന്ന രീതിയിൽ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വിൻഡോൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ആ ഒരു സ്പേസ് അവരങ്ങനെയാണ് കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് നന്നായിട്ട് വെളിച്ചം കയറുകയും ചെയ്യും. ഞാൻ പറഞ്ഞത് ലൈറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. ഒരു വട്ടം ഇട്ട് കഴിഞ്ഞാൽ ചെറിയൊരു ഡിം ലൈറ്റും പിന്നെ നല്ലൊരു ബ്രൈറ്റ് ലൈറ്റുമാണ് കിട്ടുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഹാള്. മേലത്തെ ഹാളാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഇതാണ് രണ്ടാമത്തെ മാസ്റ്റർ ബെഡ്റൂം, മുകളിലത്തെ. അപ്പോൾ ഇതും നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ കട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി വാർഡ്രോബും എല്ലാം തന്നെ ഉണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഇതാണ് മുകളിലത്തെ ഒരു മാസ്റ്റർ ബെഡ്റൂം. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് മുകളിലുള്ളത്. ഇതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ 3 മക്കളാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് 3 ബെഡ്റൂമും പിന്നെ ഉമ്മാക്കും ഉപ്പാക്കും 1 അങ്ങനെ 4 ബെഡ്റൂമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. അതേപോലെ എല്ലാ ബെഡ്റൂമിലും സെയിം കളർ വാർഡ്രോബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡിഫറെൻറ്റ് മോഡലാണെങ്കിലും എല്ലാം ഒരേ കളറിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ പുറത്തേക്കായിട്ട് ചെറിയൊരു ബാൽക്കണി പോലെ ഉണ്ട്. അതും ഞാൻ പറഞ്ഞല്ലോ, പണികളൊന്നും തീർന്നിട്ടില്ല. പണികൾ തീർന്നിട്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ നല്ലൊരു വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ തേങ്ങയുടെ പണിയൊക്കെ നടക്കുകയാണ്. തേങ്ങ കുത്തുന്ന പണിയും ആട്ടാനുള്ള പണിയൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വീടിൻ്റെ ഹോം ടൂർ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.